ദേശീയപാതയുടെ സമീപത്ത് വീടും കടയും നിർമ്മിക്കുന്നവർക്ക് ഇനി കൂടുതൽ നിയന്ത്രണങ്ങൾ വരുമോ? ദേശീയപാതയുടെ നടുക്കുനിന്ന് 40 മീറ്ററിനുള്ളിൽ വീടുകളും 75 മീറ്ററിനുള്ളിൽ കച്ചവട സ്ഥാപനങ്ങൾക്കും ഭൂമിയുടെ ഉപയോഗം അനുവദിക്കരുതെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. ദേശീയപാതകളിലെ അപകടങ്ങൾ കുറയ്ക്കുകയും റോഡിലെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് കോടതിയുടെ പ്രധാന ലക്ഷ്യം. പ്രത്യേകിച്ച് ദേശീയപാതയോട് ചേർന്ന് വീടുകളും കടകളും സ്ഥാപിച്ചിട്ടുള്ളവർ, പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആലോചിക്കുന്നവർ, ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ എന്നിവരെയാണ് ഈ തീരുമാനം കൂടുതൽ ബാധിക്കുക. സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ദേശീയപാതയുടെ നടുക്കുള്ള ഭാഗത്തു നിന്ന് 40 മീറ്റർ പരിധിക്കുള്ളിൽ താമസാവശ്യത്തിനുള്ള പുതിയ ഭൂമി വിനിയോഗം അനുവദിക്കാതിരിക്കാനാണ് സംസ്ഥാനങ്ങൾ നടപടി സ്വീകരിക്കേണ്ടത്. കച്ചവട ആവശ്യങ്ങൾക്കായി ഇത് 75 മീറ്ററാണ്. അതായത് ദേശീയപാതയുടെ നടുവിൽ നിന്ന് അളക്കുമ്പോഴാണ് ഈ ദൂരം കണക്കാക്കുന്നത്. കേരളത്തിലെ ദേശീയപാതയ്ക്ക് പല ഭാഗങ്ങളിലും 45 മീറ്റർ വീതിയാണുള്ളത്. അതായത് റോഡിന്റെ നടുവിൽ നിന്ന് ഇരുവശത്തേക്കും ഏകദേശം 22.5 മീറ്റർ വരെയാണ് റോഡിന്റെ വീതി. ഇങ്ങനെയെങ്കിൽ 40 മീറ്റർ പരിധി ബാധകമാകുമ്പോൾ റോഡിന്റെ പുറംഭാഗത്തിന് ശേഷം വീണ്ടും ഏകദേശം 15.5 മീറ്റർ കൂടി മാറിയ ശേഷമേ വീടിന് അനുമതി ലഭിക്കൂ എന്ന ആശങ്കയാണ് ഉയരുന്നത്. കച്ചവട സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ദൂരം ഇനിയും കൂടുതലാണ്. 75 മീറ്റർ പരിധിയിൽ വരുന്നതിനാൽ റോഡിന്റെ പുറംഭാഗം കഴിഞ്ഞ് ഏകദേശം 52.5 മീറ്റർ കൂടി മാറേണ്ടി വരും. കേരളം പോലുള്ള സ്ഥലത്ത് ദേശീയപാതയുടെ ഇരുവശങ്ങളിലും വീടുകളും കടകളും വർഷങ്ങളായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതെങ്ങനെ നടപ്പാക്കും എന്നതാണ് പ്രധാന ചോദ്യം. കേരളത്തിലെ നിലവിലെ ദേശീയപാതയിൽ നിന്ന് ഏകദേശം 7 മീറ്റർ മാറിയാണ് പല സ്ഥലങ്ങളിലും നിർമ്മാണാനുമതി നൽകിയിരിക്കുന്നത്. പുതിയ കെട്ടിടങ്ങൾക്കായി ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് വഴി ഉപയോഗിക്കാനുള്ള അനുമതിയും ആവശ്യമാണ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി നിർദ്ദേശം നടപ്പാക്കുന്ന രീതിയിൽ മാറ്റമുണ്ടായാൽ ദേശീയപാതയോട് ചേർന്നുള്ള പുതിയ നിർമ്മാണങ്ങൾക്ക് വലിയ നിയന്ത്രണം വരും. പുതിയ കെട്ടിടങ്ങൾ മാത്രമല്ല, ദേശീയപാതയോരത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് നൽകുന്നതിലും പുതുക്കുന്നതിലും നിയന്ത്രണം വരാനിടയുണ്ട്. ഹൈവേ സുരക്ഷാ മേഖല ബന്ധപ്പെട്ട പൊതുമരാമത്ത് വിഭാഗത്തിന്റെയോ അനുമതിയില്ലാതെ പുതിയ ലൈസൻസുകളും നൽകാൻ പാടില്ല എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ദേശീയപാതകളിലെ അപകടങ്ങളാണ് ഈ കേസിന്റെ പ്രധാന പശ്ചാത്തലം. ദേശീയപാതകളിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലെ വീഴ്ചകളും അധികൃതരുടെ ശ്രദ്ധക്കുറവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്നതും കോടതി പരിശോധിച്ചു. കോടതിയുടെ ഉത്തരവ് വീടുകളുടെയും കടകളുടെയും കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ദേശീയപാതകളിൽ അനധികൃതമായി പാർക്കിംഗ് തടയണം, ക്യാമറകളും സംവിധാനങ്ങളും ഉപയോഗിച്ച് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ദേശീയപാതയിലെ കയ്യേറ്റങ്ങൾ സംബന്ധിച്ച പരാതികൾ 1033 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും രാജ്മാർഗ യാത്ര ആപ്പിലൂടെയും സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ദേശീയപാതയോരങ്ങളിൽ പുതിയ കച്ചവട സ്ഥാപനങ്ങളും അനുവദിക്കുന്ന കാര്യത്തിലും നിയന്ത്രണമുണ്ടാകും. അനധികൃത നിർമ്മാണങ്ങൾ കണ്ടെത്തി നീക്കം ചെയ്യുന്നതിനും നടപടിയെടുക്കണം. ഓരോ ജില്ലയിലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇതിൽ ജില്ലാ ഭരണകൂടം, പോലീസ്, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയിലെ ഉദ്യോഗസ്ഥർ ഉണ്ടാകും. ദേശീയപാതകളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 50 കിലോമീറ്റർ ഇടവിട്ട് പ്രത്യേക പെട്രോളിംഗ് സംവിധാനം ഒരുക്കണം. വാഹനങ്ങളിൽ ട്രാക്കിംഗ് സംവിധാനം വേണം. വേഗം അളക്കുന്ന ക്യാമറകൾ, ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ, അടിയന്തര സഹായത്തിനുള്ള സംവിധാനങ്ങൾ എന്നിവയും പ്രവർത്തനക്ഷമമാക്കണം. അപകടമുണ്ടായാൽ വേഗത്തിൽ സഹായം എത്തിക്കാൻ 75 കിലോമീറ്റർ ഇടവിട്ട് ആംബുലൻസുകളും ക്രെയിനുകളും ഒരുക്കണമെന്നാണ് നിർദ്ദേശം. ദീർഘദൂര യാത്ര ചെയ്യുന്ന ട്രക്ക് ഡ്രൈവർമാർക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ശൗചാലയം ഉപയോഗിക്കാനും സൗകര്യമുള്ള കേന്ദ്രങ്ങളും ദേശീയപാതകളിൽ ഒരുക്കണം. അപകടങ്ങൾ കൂടുതലായി നടക്കുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തി അവിടെ ആവശ്യമായ ലൈറ്റുകളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. രാജ്യത്തെ മറ്റ് പല സ്ഥലങ്ങളിലെയും ദേശീയപാതകൾക്ക് കൂടുതൽ വീതിയുണ്ട്. കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ജനങ്ങൾ കൂടുതലായതിനാൽ ദേശീയപാതയ്ക്ക് ഇരുവശത്തും വീടുകളും കടകളും മറ്റു സ്ഥാപനങ്ങളും വളരെ അടുത്തതായി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 40 മീറ്ററും 75 മീറ്ററും എന്ന ഒരേ ദൂരപരിധി കേരളത്തിൽ എങ്ങനെ നടപ്പാക്കുമെന്നതാണ് പ്രധാന ആശങ്ക. എന്നാൽ ഈ ഉത്തരവിന്റെ പ്രധാന ലക്ഷ്യം ആളുകളുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഇല്ലാതെയാക്കുക എന്നതല്ല. ദേശീയപാതകളിലെ അപകടങ്ങൾ കുറയ്ക്കുകയും റോഡിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് കോടതിയുടെ ലക്ഷ്യം. ഇത് സുപ്രീം കോടതിയിൽ തുടരുന്ന കേസിന്റെ ഭാഗമായുള്ള നിർദ്ദേശങ്ങളാണ്. സംസ്ഥാനങ്ങൾ ഇതനുസരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അതേസമയം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ നിർദ്ദേശങ്ങൾ പ്രായോഗികമായി എങ്ങനെ നടപ്പാക്കും എന്നത് വലിയ വിഷമമാണ്. പ്രത്യേകിച്ച് ജനവാസ മേഖലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതകളിൽ ഓരോ രീതിയിലുള്ള ദൂരപരിധി നടപ്പാക്കുന്നതിന് പ്രാദേശിക സാഹചര്യം കൂടി പരിഗണിക്കണമെന്ന് ആവശ്യം ഉയരാൻ സാധ്യതയുണ്ട്. ദേശീയപാതകളിലെ അപകടങ്ങൾ കുറയ്ക്കാൻ സുപ്രീം കോടതി ശക്തമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. ദേശീയപാതയുടെ നടുക്കുനിന്ന് 40 മീറ്ററിനുള്ളിൽ താമസം ആവശ്യത്തിനും 75 മീറ്ററിനുള്ളിൽ വാണിജ്യ
ആവശ്യത്തിനും ഭൂമിയുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്ന നിർദ്ദേശം കേരളത്തിലും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. വീടുകളും കടകളും ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന കേരളത്തിൽ ഇത് എങ്ങനെ നടപ്പാക്കുമെന്നതാണ് ഇനി കാണേണ്ടത്. ഒരു വശത്ത് റോഡ് സുരക്ഷ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. മറുവശത്ത് വർഷങ്ങളായി ദേശീയപാതയോരത്ത് താമസിക്കുകയും വ്യാപാരം നടത്തുകയും ചെയ്യുന്നവരുടെ ജീവിതത്തെയും പരിഗണിക്കേണ്ടതുണ്ട്. ആയതിനാൽ റോഡ് സുരക്ഷയും ജനങ്ങളുടെ ജീവിതവും ഒരുപോലെ സംരക്ഷിക്കുന്ന രീതിയിൽ ഈ നിർദ്ദേശങ്ങൾ എങ്ങനെ നടപ്പാക്കുമെന്നതായിരിക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.